നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് ഒരിക്കലും പോകാത്ത രീതിയിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളെയാണ് ഇന്ന് സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളെ പറ്റി വിചാരിക്കുമ്പോൾ ഒരു ഭാഗ്യവും ഇല്ലാത്ത മനുഷ്യനായിട്ട് തോന്നുമായിരിക്കും. നിങ്ങളെ പറ്റി തന്നെ നിങ്ങൾ കണ്ണട മുമ്പിൽ നോക്കുമ്പോൾ എത്ര നിർഭാഗ്യവാനാണെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. അയ്യോ, എൻ്റെ അധ്വാനത്തിന് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എവിടെ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇത്രയും നിർഭാഗ്യവാൻ വേറെ ഇല്ലല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ ബൈബിൾ നിങ്ങളെ പറ്റി പറയുന്നത് നിങ്ങൾ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയോ വലുതുള്ളത് കൊണ്ടല്ല, ഇല്ലാത്തത് കൊണ്ടല്ല, വലിയ വീട്ടിൽ ജനിച്ചത് കൊണ്ടല്ല, വലിയ കഴിവുകൾ ഉള്ളത് കൊണ്ടല്ല, ഒന്നുമല്ല. നിങ്ങളുടെ ആശ്രയം സ്രഷ്ടാവിലിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഭാഗ്യവാനാണ്. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. ഹല്ലേലൂയ. ഇതൊരിക്കലും നിങ്ങൾ മറക്കരുത്. നിന്റെ കൈകളുടെ അധ്വാന ഫലം കള്ളൻ കട്ടുകൊണ്ട് പോകത്തില്ല. അത് നീ തിന്നും. ഹല്ലേലൂയ. അത് നീ തിന്നും, നീ തിന്നും. ഹല്ലേലൂയ. യേശു കർത്താവ് ഈ ഭൂമിയിലുണ്ടല്ലോ, നടന്ന് സഞ്ചരിച്ച് സ്വന്തമാക്കിയ സമ്പത്ത് എന്താണെന്നറിയോ? ഇന്ന് എൻ്റെ മുമ്പിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ നിങ്ങളുവാ. ഹല്ലേലൂയ. എൻ്റെ സ്വർഗത്തിലെ ദൈവം സമ്പാദിച്ചെടുത്ത എൻ്റെ ദൈവത്തിൻ്റെ ഏക സമ്പാദ്യവാ ഇന്നിവിടെ നിന്ന് ആരാധിക്കുന്നത്. നിനക്ക് തോന്നുന്നുണ്ടാവും നീ തോറ്റുകൊണ്ടിരിക്കുകയാന്ന്, പക്ഷെ ദൈവം പറയും ഇല്ല. ഹല്ലേലൂയ. നിനക്കെതിരെ ഒരായുധം പോകണമെങ്കിൽ അവൻ തീരുമാനിക്കണം. ഒരധരം നിനക്കെതിരെ ചലിക്കണമെങ്കിൽ എൻ്റെ ദൈവം തീരുമാനിക്കണം. ഇന്ന് രാത്രി എത്ര പേർ എൻ്റെ ദൈവത്തോട് പറയും, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാ. ഓ, ഞാൻ നിന്നതല്ല, എൻ്റെ കുടുംബത്തെ എൻ്റെ യേശു നിർത്തിയതാ. ഹല്ലേലൂയ. ആമേൻ. ഓ, ഞാൻ നിന്നതല്ല, എന്നെ നിർത്തിയതാ. കുടുംബവും നിന്നതല്ല, യേശു നിർത്തിയതാ. ഒരിക്കൽ കൂടി ഞാനും എൻ്റെ കുടുംബവും, ഞാനും എൻ്റെ കുടുംബവും നിന്നതല്ല, യേശു നിർത്തിയതാ. നിന്നെ പ്രസവിച്ചപ്പോൾ മുതലായിരിക്കും, അല്ലേ? നിന്റെ അപ്പനും അമ്മയും നിന്നെ കണ്ടത് അന്ന് മുതലായിരിക്കും. പക്ഷേ നിന്റെ അപ്പനും അമ്മയും കാണുന്നതിന് മുന്നേ നിന്നെ കണ്ടൊരു ദൈവം നിനക്കുണ്ട്. നീ വിചാരിച്ചോ നിന്നെ ദൈവം കാണുന്നില്ലെന്ന്? അയ്യോ, ദൈവം എന്നെ കാണുന്നില്ലല്ലോ, എൻ്റെ അവസ്ഥകൾ അറിയുന്നില്ലല്ലോ, എൻ്റെ വേദന കാണുന്നില്ലെന്ന് നീ വിചാരിച്ചോ? തെറ്റി. ഹല്ലേലൂയ. ഈ വേദന എൻ്റെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാനോ, ഈ വേദന എൻ്റെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാനോ? പറയൂ. ഹേ പിശാചേ, ഓ, ഇതിലൂടെ നിനക്ക് എന്നെ തോൽപ്പിക്കാമെന്ന് വിചാരിക്കണ്ട. ഞാൻ ഇതിൽ നിന്ന് പുറത്തു വരുന്ന ദിവസം സകല മഹത്വവും സ്വർഗത്തിന് കൊടുക്കും. ഞാൻ ഇതിൽ നിന്ന് പുറത്തു വരുന്ന ദിവസം സകല മഹത്വവും ഞാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിന് കൊടുക്കും. ഓ, ഞാൻ ജീവനോടെ ഇരുന്നാൽ എൻ്റെ ദൈവത്തിന്, ഞാൻ മരിച്ചാൽ അതും എൻ്റെ ദൈവത്തിന്. ഓ, ഹല്ലേലൂയ. പാടാമോ? അപ്പനമ്മ അറിയും മുന്നേ നിത്യതയിൽ കണ്ടു എന്നെ, എൻ്റെ ഭാവി താതൻ കയ്യിൽ എന്നെ പോറ്റും പുലർത്തിടും.
Yeshua,
ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് രാത്രികാലം കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. കുറച്ച് കാര്യങ്ങൾ ഇന്ന് ദൈവസന്നിധിയിൽ പറയാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് ഒരിക്കലും പോകാത്ത രീതിയിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളെയാണ് ഇന്ന് സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പേനയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളവർ നിങ്ങൾ നോട്ട് ചെയ്യുക എന്ന് പറയുന്ന വാക്യങ്ങൾ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇന്നതൊരു പ്രസംഗമായിട്ടല്ല പറയാൻ താല്പര്യപ്പെടുന്നത്. ബൈബിളിൽ നിന്ന് കുറച്ച് വാക്യങ്ങളെ ഞാൻ എടുത്ത് പരിചയപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങളെപ്പോഴും ഞാൻ വിചാരിക്കുകയാണ്, നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ വചനങ്ങൾ വായിക്കുക. ഹല്ലേലൂയ. 3 യോഹന്നാൻ 1:2. 3 യോഹന്നാൻ 1-ാം അതിന്റെ 2-ാം വാക്യം ഒരാളൊന്ന് ശബ്ദമുയർത്തി വായിക്കാമോ? പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മനോഹരമായിട്ടുള്ള ഒരു വാക്യമാണ്. നിങ്ങൾ എല്ലാവരും ഈ വാക്യം കുറിച്ചു വെക്കണം. എന്താ അത്? പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ. നോക്കിയേ, ആത്മാവ് ശുഭമായിട്ടാണോ ഇരിക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യമേ അല്ല. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ട്? ആത്മാവ് ശുഭമായിട്ടാണോ ഇരിക്കുന്നത്? ഇതിനകത്ത് നമ്മളെല്ലാം അഭിഷേകം പ്രാപിച്ചവരാ, നമ്മളെല്ലാം ദൈവത്തെ ആരാധിക്കുന്നവരാ. നമുക്കറിയാം, മുട്ടുമടക്കി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുമ്പോൾ നമ്മളോട് ഇറങ്ങി വന്ന് സംസാരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളുടെ കൂടെ ഉണ്ട്. നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം. ഹല്ലേലൂയ. നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഇടയിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ തൊടുന്നിടത്തെല്ലാം കർത്താവിന്റെ കൃപയുണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ ആത്മാവ് ശുഭമായിട്ടാണ് ഇരിക്കുന്നത് എന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതല്ല. യോഹന്നാൻ ഗായോസിന് തന്റെ ലെറ്റർ എഴുതുമ്പോൾ അവിടെ എഴുതുന്നത് ഇപ്രകാരമാണ്: പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ എന്ത് ചെയ്യണം? സകലത്തിലും. ഹല്ലേലൂയ. എന്താ എഴുതിയിരിക്കുന്നത്? സകലത്തിലും. പറഞ്ഞ അടുത്തിരിക്കുന്ന ആളെ നോക്കി പറ, സകലത്തിലും. ഹല്ലേലൂയ. സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം. ഹല്ലേലൂയ. ഇംഗ്ലീഷ് ബൈബിളിൽ വരുമ്പോൾ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, യു ഷുഡ് ബി ഇൻ ഗുഡ് ഹെൽത്ത്. ഹല്ലേലൂയ. അവിടെ സംസാരിച്ചിരിക്കുന്നത് ആത്മാവിന്റെ സൗഖ്യത്തെ പോലെ തന്നെ ശരീരത്തിന്റെ സൗഖ്യത്തെയും കൂടെ പറ്റിയ. ഹല്ലേലൂയ. ദൈവം നമുക്ക് എങ്ങനെയാണോ ആത്മാവിൽ അനുഗ്രഹിച്ചു വെച്ചിരിക്കുന്നത്, അതുപോലെ ശാരീരികമായും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ആമേൻ. ജീസസ് നെയിം. ഇൻ ഗുഡ് ഹെൽത്ത്. അടുത്തിരിക്കുന്ന ആളെ നോക്കി പറ, നല്ല ആരോഗ്യത്തിലിരിക്കാൻ ദൈവത്തിന്റെ ഹിതമാ. ഹല്ലേലൂയ. നിന്റെ ആരോഗ്യം അത് ദൈവത്തിന്റെ അനുഗ്രഹമാ. ജീസസ് നെയിം. ഹല്ലേലൂയ. ഓക്കെ, ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ പറഞ്ഞ വാക്യമാണ്. പണ്ട് മുതലേ നമുക്ക് അറിയാവുന്ന വാക്യമാണ്. സകലത്തിലും ശുഭമായിട്ടും സുഖമായിട്ടും ഇരിക്കണമെന്നുള്ളത്. ആവർത്തനം 28 ഒരാൾ എടുത്തു വെച്ച ആളൊന്ന് വരാമോ? ആവർത്തനം 28 4 മുതൽ. ആവർത്തനം 28 1 മുതൽ 14 വരെ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലികളുടെ പേരും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുൻപിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും, 7 വഴിയായി നിന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകും. യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും.
നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ വഴികളിൽ നടന്നാൽ യഹോവ നിന്നോട് സത്യം ചെയ്തതുപോലെ നിന്നെ തനിക്ക് വിശുദ്ധ ജനമാക്കും. യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും. നിനക്ക് തരുമെന്ന് യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് യഹോവ നിന്റെ നന്മയ്ക്കായി ഗർഭഫലത്തെയും കന്നുകാലികളുടെ ഫലത്തിലും നിന്റെ നിലത്തിലെ ഫലത്തിലും നിനക്ക് സമൃദ്ധി നൽകും. തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേലയൊക്കെയും അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തന്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ചു നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കയില്ല. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന വചനങ്ങളിൽ യാതൊന്നെങ്കിലും വിട്ട് അന്യ ദൈവങ്ങളെ പിന്തുടർന്ന് സേവിപ്പാൻ നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഹല്ലേലൂയ. എത്ര പേര് ഈ വചനങ്ങളെ കേട്ടു? ഇതിനകത്ത് പ്രത്യക്ഷത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ഭൗതിക നന്മകളാണ്. ജീസസ് നെയിം, ഹല്ലേലൂയ. പക്ഷെ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ ഭൗതിക നന്മകൾക്കല്ല ഇവിടെ റോള്. ഹല്ലേലൂയ. ഭൗതിക നന്മകൾ ഇങ്ങനെ എഴുതി വെച്ച ഒരിടവും നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നില്ല. ജീസസ് നെയിം. പക്ഷെ കർത്താവ് ഒരു രീതിയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ. ഹല്ലേലൂയ. നിനക്ക് വിശക്കത്തില്ലെന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് വളരെ വ്യക്തമായിട്ട് പുതിയ നിയമത്തിൽ ഇത്രയും ഡയറക്റ്റ് ആയിട്ടല്ല പറഞ്ഞിട്ടുള്ളത്, പക്ഷെ ഭൗതികമായും നീ നന്മ അനുഭവിക്കേണ്ടവനാണ് എന്നാണ് കർത്താവ് പറഞ്ഞു വെച്ചത്. നമ്മൾ ഇതിനെ ടെൻഷൻ അടിക്കേണ്ടത്. കൃത്യസമയത്ത് നിന്റെ വിശപ്പിനുള്ളതും ദാഹത്തിനുള്ളതും നിന്റെ ജീവിതത്തിന് ആവശ്യമായതും കൊണ്ടുവരും എന്ന് കർത്താവ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതിനകത്ത് ഈ ആവർത്തനം 28 വായിച്ചാൽ നമുക്കറിയാം. നോക്കിയാൽ ഗർഭഫലം, കൃഷിഫലം, മൃഗഫലം ഇതെല്ലാം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ല, ഇത് പ്രസംഗമായിട്ടല്ല, പക്ഷെ നിങ്ങൾ ഇത് പഠിച്ചിരിക്കണം, നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ വീട്ടിൽ ഒരു സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി. ഞാൻ മുമ്പ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറഞ്ഞതുപോലെ ആത്മീകമായിട്ടുള്ള വലിയ കാര്യങ്ങളല്ല, വളരെ നോർമലായിട്ട് വളരെ സർഫസ് ലെവലായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം നിങ്ങൾ വീട്ടിൽ ഒരു ചെടി നടുമ്പോഴായിക്കൊള്ളട്ടെ, ഒരു യാത്രക്ക് ഇറങ്ങുമ്പോഴായിക്കൊള്ളട്ടെ, ഒരു നിസ്സാരം ഒരു കാര്യം ചെയ്യുമ്പോഴായിക്കൊള്ളട്ടെ, നിങ്ങൾ അറിയണം അതിനകത്ത് നിങ്ങൾ നന്മ അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. നിങ്ങളുടെ മൃഗഫലം, നിങ്ങളുടെ കൃഷിഫലം എല്ലാം, നിങ്ങളുടെ ഉദരഫലം, ഗർഭഫലം ഇതെല്ലാം അനുഗ്രഹിക്കുമെന്ന് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ 14 വാക്യങ്ങൾ ഞാൻ ആവർത്തിക്കുകയാണ്. നിങ്ങൾ ഇടയ്ക്കെങ്കിലും ഇതെടുത്ത് വായിക്കണം. കാരണം പലപ്പോഴും നമുക്ക് തോന്നും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമില്ല, നമ്മൾ എന്തെങ്കിലും ക്രിസ്തീയ ജീവിതമാകുമ്പോൾ ഇങ്ങനെയൊക്കെയാ എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോഴെങ്കിലും തോന്നും. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, അബ്രഹാമിനെ ദൈവം വിളിച്ചത് ജാതികളുടെ പിതാവായിട്ടാണ്. ഹല്ലേലൂയ. അബ്രഹാമിനെ ദൈവം വിളിച്ചത് ഇസ്രായേലിന്റെ പിതാവായിട്ടല്ല. പിശാചിന് തെറ്റി അത് അവിടുന്നായിരുന്നു. അബ്രഹാമിന്റെ മക്കളുടെ ചരിത്രം വായിച്ചാൽ നമുക്കറിയാം, അബ്രഹാമിന്റെ മക്കളിൽ നിന്നാണ് ജാതികൾ വേർപെട്ടു പോകുന്നത്. ഹല്ലേലൂയ. എല്ലാ ജാതികളും, മിദ്യാന്യർ ഉൾപ്പെടെ ജാതികളെല്ലാം, ഇശ്മായേല്യർ, മിദ്യാന്യർ, സകല ജാതികളും വേർതിരിയുന്നത് അബ്രഹാമിൽ നിന്നാണ്. ഹല്ലേലൂയ. അബ്രഹാമിൽ നിന്ന് ഇസഹാക്കാവുന്നു, ഇസഹാക്ക് യാക്കോബ്, ഇങ്ങനെ പോയിട്ട് ഇസ്രായേൽ എന്ന പേര് വന്നു കഴിയുമ്പോൾ പിശാചിന്റെ മനസ്സിൽ ഉറയ്ക്കുന്നു. പിശാച് ഉറപ്പിക്കുകയാണ്, കൊള്ളാം, ഇതാണ് ദൈവത്തിന്റെ ജനം. ഹല്ലേലൂയ. നോക്കിയേ, പക്ഷെ ദൈവം അനുഗ്രഹിച്ചത് ഇസ്രായേലിനെ അല്ല, ദൈവം അനുഗ്രഹിച്ചത് അബ്രഹാമിനെയാണ്. ഹല്ലേലൂയ. അനുഗ്രഹം ഒരു ചാനലായിട്ട് ഇങ്ങനെ പോയി എന്നേ ഉള്ളൂ. പക്ഷേ ഞാനത് മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്, പിശാചിനെ പറ്റിച്ചുകൊണ്ട്, ഹല്ലേലൂയ, വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ലോകത്തിന്റെ പ്രഭുക്കന്മാരാരും അത് അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. എന്ത് മർമ്മം അറിഞ്ഞിരുന്നെങ്കിൽ ജാതികൾക്കും ഈ മർമ്മം വെളിപ്പെട്ട് വരും, ഈ ക്രിസ്തു ജാതികൾക്കും വെളിപ്പെടും എന്നറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും കർത്താവിനെ ക്രൂശിക്കുവാൻ പിശാച് ഇത്രയും വലിയ തന്ത്രം മെനയത്തില്ലായിരുന്നു. ഹല്ലേലൂയ. അന്ന് വരെ പിശാചിന് ഇസ്രായേൽ എന്ന ജാതിയെ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു. ഇന്ന് പിശാചിനെ ജനിക്കുന്ന സകല മനുഷ്യനെയും പേടിക്കണം. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്ക് സ്തോത്രം. അബ്രഹാമിനെ ദൈവം വിളിച്ചത് ജാതി
ജാതികളുടെ പിതാവായിട്ടാ, വിശ്വാസത്തിന്റെ പിതാവായിട്ടാ. ഹല്ലേലൂയ. ഈ അബ്രഹാമിന്റെ മേൽ ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ പുതിയ നിയമത്തിൽ എവിടെയും എടുത്തു പറഞ്ഞില്ലെങ്കിലും ഇപ്രകാരം വളരെ വ്യക്തമായിട്ട് പറയുന്നു, അബ്രഹാമിലുള്ള സകല അനുഗ്രഹങ്ങളും ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. ഹല്ലേലൂയ. എങ്ങനെ? ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. നിങ്ങൾ ഈ അനുഗ്രഹം വായിക്കണം. ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതെല്ലാം നിങ്ങൾ വായിക്കണം. നിങ്ങളുടെ വീട്ടിൽ ഫലമില്ലാതെ നിൽക്കുന്ന വൃക്ഷത്തോട് നിങ്ങൾ പറയണം, നോ, നിനക്കിത് അലൗഡ് അല്ല, കാരണം സൃഷ്ടിച്ചവൻ എനിക്ക് അനുഗ്രഹം നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ഇതിനോട് സംസാരിക്കാൻ തുടങ്ങുക. പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ജീവജാലങ്ങളെ പറ്റി. ഹല്ലേലൂയ. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. നിനക്ക് ഫലം തരാതിരിക്കാൻ ഭൂമിക്ക് ഒരു അധികാരവുമില്ല. നിനക്ക് ഫലം തരാതിരിക്കാനുള്ള നിവർത്തിയില്ല. നിനക്ക് ഫലം നൽകിയേ പറ്റൂ. കാരണം നീ ആ അനുഗ്രഹത്തിനകത്ത് ജനിച്ചവനാ. ഹല്ലേലൂയ. ഈ അനുഗ്രഹം അബ്രഹാമിന് കൊടുത്തത് നമ്മുടെയൊക്കെ ജനനത്തിന് മുൻപാ, അല്ലേ? ഹല്ലേലൂയ. ഈ അനുഗ്രഹം ക്രിസ്തുവേശു ക്രൂശിൽ മരിച്ചതിലൂടെ കർത്താവിനെ വിശ്വസിക്കുന്നവരുടെ മേൽ ഇരിക്കുന്ന അനുഗ്രഹമാണ്. നമ്മൾ ആ അനുഗ്രഹത്തിനകത്താണ് വീണ്ടും ജനിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗർഭഫലം, കൃഷിഫലം, മൃഗഫലം. അടുത്ത 7-8 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ വിക്ടറി ഓവർ എനിമീസ്, ശത്രുക്കളുടെ മീതെ നോക്കിയാ അവരെ തകർത്തു കളയുമെന്നോ അവരെ നശിപ്പിച്ചു കളയുമെന്നോ, നത്തിങ്, അങ്ങനെ ഒന്നുമല്ല. പക്ഷേ നിന്നെ എതിർക്കുന്നവരുടെ മുമ്പിൽ നിനക്ക് ജയം ദൈവം വെച്ചിട്ടുണ്ട്. എതിർപ്പ് വരത്തില്ലെന്നല്ല പറഞ്ഞതിന്റെ സാരം. ഹല്ലേലൂയ. പക്ഷെ അത് നമുക്കൊരു വിഷയമല്ല. എതിർപ്പ് വരത്തില്ലെങ്കിൽ പിന്നെ എന്ത് ത്രില്ലാണ് ഇതിലുള്ളത്? എതിർപ്പ് വരും, പ്രശ്നങ്ങൾ വരും, എല്ലാം കറക്റ്റ് ആണ്. സിംഹക്കൂട്ടി തള്ളിയിടാൻ ഒരു രാജ്യം മൊത്തം എതിർത്ത് നിന്നിരിക്കും. നിന്നെ പൊട്ടക്കണച്ച് തള്ളിയിടാൻ നിന്റെ സഹോദരന്മാര് മൊത്തം എഴുന്നേറ്റ് നിന്നു വന്നിരിക്കും. ഹല്ലേലൂയ. നിന്റെ കുല നശിപ്പിച്ച് കളയുവാൻ വരെ ശ്രമിച്ചതിരിക്കും. പക്ഷേ ഹല്ലേലൂയ, വിളിയുള്ളവൻ അതിനെ ജയിക്കും എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ പ്രവചിച്ചത്, ആ ആയുധം പണിയുന്ന കൊല്ലനെ ഞാനാ നിർമ്മിച്ചത്. നിനക്കെതിരെ അവൻ ആയുധം പണിയും, പക്ഷേ അത് ഫലിക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും. ഹല്ലേലൂയ. നോക്കിയാ, നിന്റെ മുമ്പിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക് കയറി വരുന്നതെല്ലാം സെൻസർ ചെയ്തിട്ടേ വരുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? നിന്റെ ജീവിതത്തിലേക്ക് വരുന്നതെല്ലാം സെൻസർ ചെയ്തിട്ടാ കടത്തിവിടുന്നത്. ദൈവം അനുവദിക്കാത്തതൊന്നും നിന്റെ ജീവിതത്തിലേക്ക് കയറി വരാൻ പോകുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ അറിയണം. നോക്കിയേ, ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട്, ലാസ്റ്റ് ഭാഗങ്ങൾ എന്താ വായിക്കുന്നത്? നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. സാമ്പത്തിക നന്മകൾ. ഇസ്ഹാക്കിന് വേണ്ടിയിട്ട് ലാബാന്റെ സഹോദരിയെ അന്വേഷിച്ചല്ല പോകുന്നത് ഉറപ്പായിട്ടും. പക്ഷേ ഇസ്ഹാക്കിന് വേണ്ടി കന്യകയെ അന്വേഷിച്ചിട്ട് അബ്രഹാമിന്റെ ദാസൻ ദേശത്തിലേക്ക്, ലാബാന്റെ ദേശത്തിലേക്ക് കടന്നു പോകുമ്പോൾ അബ്രഹാമിന്റെ ദാസൻ അബ്രഹാമിനെ പറ്റി ലാബാന്റെ ഭവനത്തിൽ ചെന്ന് പറയുന്ന കാര്യമുണ്ട്. റിബേക്കയെ കണ്ടിട്ട് പോയി പറയുന്ന കാര്യമുണ്ട്, അത്യുന്നതനായ ദൈവം എന്റെ യജമാനനെ അനുഗ്രഹിച്ചു വെച്ചിരിക്കുകയാ. ഹല്ലേലൂയ. ഇങ്ങനെ അനുഗ്രഹിച്ചു വെച്ചിരിക്കുന്നു. വെള്ളി, പൊന്ന്, സമ്പത്ത്, കന്നുകാലി, ഒന്നിലും അനുഗ്രഹം എന്താണെന്ന് അബ്രഹാമിനെ നോക്കി നമ്മൾ പഠിക്കണം. ഹല്ലേലൂയ. എന്നാൽ അതേ അബ്രഹാമിനെ പറ്റി ദൈവം, യേശു കർത്താവ് പുതിയ നിയമത്തിൽ വരുമ്പോ ഇങ്ങനെ പറഞ്ഞു, ഇവരാരും നമ്മളെക്കാൾ ഉന്നതന്മാരല്ല. അറിയത്തില്ലേ നിങ്ങൾക്ക്? എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇവരാരും നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്കായിട്ട് നല്ലതൊന്നു കരുതിയിരുന്നു. ഹല്ലേലൂയ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു വെച്ചിരുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടാ ദൈവം ഇന്ന് നമ്മളെ വെച്ചിരിക്കുന്നത്. നമ്മളത് അറിയുന്നില്ല. അബ്രഹാമിന് ഭൗതിക നന്മകളെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴും ദൈവം നമുക്ക് ഇത്രത്തോളം ആത്മീക നന്മകളെ നൽകി അനുഗ്രഹിച്ചു വെച്ചിരിക്കുകയാ. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ആമേൻ. ഹല്ലേലൂയ. ഓക്കേ, ആ ഭാഗം നമുക്ക് വിടാം. നമ്മൾ ഭൗതിക നന്മകളെ പറ്റിയാണ് സംസാരിക്കുന്നത്. അബ്രഹാമിനെ ദൈവം എങ്ങനെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതാ. ഹല്ലേലൂയ. ഈ 14 വാക്യങ്ങളിൽ പറയുന്നത്. ഈ 14 വാക്യം കഴിഞ്ഞ് അടുത്ത ഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 55 വാക്യങ്ങൾ ശാപത്തിന്റെ വാക്യങ്ങൾ. ഹല്ലേലൂയ. അതാണ് ഇതിനകത്തെ ട്വിസ്റ്റ്. 14 വാക്യങ്ങൾ ദൈവം അനുഗ്രഹത്തിന്റെ വാക്യം പറഞ്ഞപ്പോൾ 55 വാക്യങ്ങൾ ദൈവം ശാപത്തിന്റെ വാക്യങ്ങൾ പറഞ്ഞു. ദൈവം ചോദിച്ച ഒരേ ഒരു ഡിമാൻഡ്, ഹല്ലേലൂയ, ദൈവം ഈ അനുഗ്രഹങ്ങളെ നൽകാൻ ചോദിച്ച ഒരേ ഒരു കാര്യം, എന്നെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ളതാണ്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും അനുഗ്രഹിക്കാൻ ഞാൻ തയ്യാറാണ്, അന്യ ദൈവങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്, നിങ്ങൾ എന്നെ മാത്രമേ ആരാധിക്കാവൂ. ജീസസ് നെയിം. ഹല്ലേലൂയ. ഈ ഒരൊറ്റ കാര്യം മാത്രമായിരുന്നു ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെടുന്നത്.
അടുത്ത് വരുമ്പോ ഈ 55 ഈ ശാപത്തിന്റെ വാക്യങ്ങൾ ഞാൻ എല്ലാം ഒന്നും പറയുന്നില്ല, 2-3 വാക്യങ്ങൾ ഞാൻ പറയാം. 28 ഇപ്രകാരമാണ് പറയുന്നത്: ഭ്രാന്തും അന്ധതയും ചിത്തഭ്രമവും കൊണ്ട് യഹോവ നിന്നെ ബാധിക്കും. 28 വാക്യമാണ്. ഭ്രാന്ത്, അന്ധത, ചിത്തഭ്രമം. അടുത്ത് വീണ്ടും താഴോട്ട് വരുമ്പോ, നീ ഒരു സ്ത്രീയെ വിവാഹത്തിന് നിയമിക്കും, മറ്റൊരുത്തൻ അവളെ പരിഗ്രഹിക്കും. നീ ഒരു വീട് പണിയിക്കുമെങ്കിലും അതിൽ പാർക്കുകയില്ല. നീ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കും, ഫലം അനുഭവിക്കുകയില്ല. ഇങ്ങനെ താഴോട്ട് കുറെ ഇങ്ങനെ വരും. 32 വാക്യം: നിന്റെ കണ്ണിടവിടാതെ അവരെ നോക്കിയിരുന്ന് ക്ഷീണിക്കും, എങ്കിലും നിന്നാൽ ഒന്നും സാധിക്കുകയില്ല. നിന്റെ കൃഷിഫലവും നിന്റെ അധ്വാന ഫലമൊക്കെയും നീ അറിയാത്ത ജാതിക്കാർ അനുഭവിക്കും. സൗഖ്യമാകാത്ത പരുക്കളാൽ യഹോവ നിന്നെ ഉള്ളങ്കാൽ തുടങ്ങി നെറുക വരെ ബാധിക്കും. കുറെ ഇങ്ങനെ രോഗങ്ങളെ പറ്റി ഇങ്ങനെ കുറെ കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഈ സൗഖ്യങ്ങളുടെ വാക്യങ്ങൾ, അനുഗ്രഹത്തിന്റെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പുറത്ത് കയറിയിട്ട് അതിനെ റിജക്ട് ചെയ്ത് നിങ്ങൾ പറയണം. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളെ ദൈവം വിളിച്ചത് ഈ 14 വാക്യങ്ങൾക്കകത്താണ് നിങ്ങളുടെ ജീവിതം ഇരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ഈ ബൈബിളിൽ കൈവച്ചിട്ട് പറയണം, ഇതിനാണ് എന്നെ ദൈവം വിളിച്ചത്. ഹല്ലേലൂയ. ഞാൻ വിളിക്കപ്പെട്ടത് ഈ നന്മകൾ അനുഭവിക്കാനാണ്. ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ളതൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സഫറിംഗ് ഉണ്ട്, പക്ഷെ നിങ്ങൾ ഒരിക്കലും സറണ്ടർ ചെയ്യരുത്. ഹല്ലേലൂയ. ഈ 55 വാക്യത്തിനകത്തുള്ളത് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ടെന്ന് നിങ്ങൾ കണ്ടാൽ അതിനെ നിങ്ങൾ ആ ഡോറിനെ നിങ്ങൾ ക്ലോസ് ചെയ്തിട്ട് ദൈവത്തോട് പറയണം, നോ, ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളതല്ല. ഹല്ലേലൂയ. നിങ്ങളത് അങ്ങനെ തന്നെ അത് പറഞ്ഞതിനെ ക്ലെയിം ചെയ്യണം. ഹല്ലേലൂയ. ശത്രു അവകാശം പറയുന്നതിന് ലോസ് ഓഫ് വെൽത്ത് ആൻഡ് പ്രോപ്പർട്ടി, അത് ശാപത്തിലുള്ളതാ, അത് അനുഗ്രഹത്തിലുള്ളതല്ല. ഹല്ലേലൂയ. അതൊരിക്കലും നിങ്ങൾ അനുവദിച്ചു കൊടുക്കരുത്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ജീസസ് നെയിം. ഹല്ലേലൂയ. ഓക്കെ, അടുത്ത ഭാഗം വായിക്കാം. ഇനി സങ്കീർത്തനം 127, 128 ഒരാൾ വായിക്കാവോ? സങ്കീർത്തനം 127. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. നിങ്ങൾ അതികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ചു കിടപ്പാൻ പോകുന്നതും കഠിനപ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വൃഥമത്രേ. തൻ്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെക്കൊണ്ട് തൻ്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിൽക്കൽ വച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകയില്ല. സങ്കീർത്തനം 128. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. 127 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താ? കാവൽക്കാർ, കർത്താവ് പട്ടണത്തെ കാത്തില്ലെങ്കിൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ വീണ്ടും പറയുകയാണ്, കർത്താവ് വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. ജീസസിനെ ഞാൻ വീണ്ടും പറയാണ്, പണ്ട് ഈ കൃപയെ പറ്റി പറഞ്ഞപ്പോൾ കൃപയെല്ലാം പാപം ചെയ്യാനുള്ള ലൈസൻസ് ആക്കി മാറ്റിയതുപോലെ അല്ലത്. ഹല്ലേലൂയ. ഇതിന്റെ അർത്ഥം നിങ്ങൾ ആരും അധ്വാനിക്കരുതെന്നല്ല. ജീസസ് നെയിം. ഹല്ലേലൂയ. നിങ്ങൾ നടണം, നിങ്ങൾ നനയ്ക്കണം, പക്ഷേ വളരുമാറാക്കുന്നത് ദൈവമാണ്. അതാ ഇതിന്റെ അർത്ഥം. ഹല്ലേലൂയ. ജീസസ് നെയിം. ഞാൻ പണ്ടിവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവം നിങ്ങളോട് പറയാണ്, അടുത്ത ആഴ്ച നീ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചിത്രം നിന്റെ കൈ കൊണ്ട് നീ വരയ്ക്കും. നീ നല്ല ക്യാൻവാസിൽ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ചിത്രം വരയ്ക്കാൻ പോവുകയാണ് എന്ന് കർത്താവ് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഓക്കെ, കർത്താവ് പറയാണ് അധ്വാനിച്ചിട്ടൊന്നും കാര്യമില്ല, അതാണ്ട് അവർ നടക്കുന്നു, ഉറക്കത്തിലൊക്കെ കൊടുക്കുമെന്ന്. ശരി, എന്നാൽ ക്യാൻവാസ് അവിടെ ഇരിക്കട്ടെ, അടുത്തൊരു മെത്തയിട്ട് AC ഒക്കെ ഇട്ട് സുഖമായിട്ട് ഒരാഴ്ച ഉറങ്ങി എണീക്കുമ്പോൾ ഒരു ചിത്രം ഇങ്ങനെ തെളിഞ്ഞു വരും. അങ്ങനെയാണോ പറഞ്ഞതിന്റെ അർത്ഥം? അതല്ലെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി നമുക്കുണ്ട്. ഹല്ലേലൂയ. അതാണ് ദൈവം ഉദ്ദേശിച്ചത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ ഈ ഉപമ പറഞ്ഞപ്പോ ചേച്ചി പറഞ്ഞതല്ല ശരി എന്ന് ചിന്തിക്കാനുള്ള വിവരവും ബുദ്ധിയും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങൾ അധ്വാനിക്കരുതെന്നല്ല, നിങ്ങളുടെ അധ്വാനത്തിന് മറുപടി നൽകുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. ഇതിന്റെ മറുവശം നിങ്ങൾ ചിന്തിക്കുക. എത്ര അധ്വാനിച്ചാലും അതിന് പ്രതിഫലം കിട്ടാത്തവരുണ്ട്. അവിടെയാണ് അനുഗ്രഹമില്ലാത്തത്. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. നിന്റെ അധ്വാനത്തിന് ഫലം വെളിപ്പെടുത്തുന്നത് ദൈവമാണെന്ന് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ.
ജീസസ് നെയിം. നോക്കിയേ, നമ്മുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ക്യാൻവാസിലേക്ക് നിന്റെ കഴിവിനെ നോക്കിയിട്ടല്ല, നിനക്ക് എത്രത്തോളം പറ്റും, നിന്റെ മുന്നത്തെ എക്സ്പീരിയൻസ് ഒന്നും നോക്കിയിട്ടല്ല, ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ വിശ്വസിച്ചുകൊണ്ട് നീ എടുത്തു വെക്കുന്ന ആദ്യത്തെ ചുവട്, അതിനെ ഒന്ന് പെയിന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തായിരിക്കും, അതിനെനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെയുള്ള നിന്റെ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ്, ഹല്ലേലൂയ, വാഗ്ദത്തത്തിലേക്ക് അടുക്കുവാൻ അല്ലെങ്കിൽ അധ്വാനിക്കുവാൻ നീ എടുത്തു വെക്കുന്ന മനസ്സ്, അതിനെ ദൈവം മാനിക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നതിന്റെ അർത്ഥം? അതാ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ അധ്വാനത്തിന് മറുപടി നൽകുന്നത് എപ്പോഴും ദൈവമാണ്. അവനാ എന്റെ ഓഹരി, ദൈവമാ എന്റെ ഉപനിധി, എന്റെ ഓഹരി ദൈവമാ. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഓക്കെ ഞാൻ അധ്വാനിച്ചു അത് കള്ളൻ കൊണ്ടുപോയി. നോ, അത് നമുക്കുള്ളതല്ല. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. ഞാൻ അധ്വാനിച്ചു, അയ്യോ അതിന്റെ ഫലം എനിക്ക് കാണാൻ പറ്റിയില്ല, അയ്യോ ഞാൻ നട്ടു, അയ്യോ ഞാൻ അധ്വാനിച്ചു, എന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കാനുള്ളത് അത് കള്ളം കൊണ്ടുപോയി. നോ, അങ്ങനെ ഒന്നും ദൈവമക്കൾക്കില്ല. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. നിങ്ങളുടെ അധ്വാന ഫലം അത് നിങ്ങൾ അനുഭവിക്കും. ജീസസ് നെയിം. കള്ളൻ കട്ടുകൊണ്ടുപോകുന്നത് ദൈവമക്കൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഹല്ലേലൂയ. നോക്കി ഇവിടെ പറയാണ്, നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടക്കുവാൻ പോകുന്നതും കഠിന പ്രയത്നം ചെന്ന് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. അങ്ങനെ ചെയ്യരുതെന്നല്ല. ഹല്ലേലൂയ. ഇതിനെല്ലാം മറുപടി നൽകുന്നത് ദൈവമാ. ഹല്ലേലൂയ. ഈ അധ്വാന ഫലത്തിന് പ്രതിഫലം നൽകുന്നത്, റിവാർഡ് ഇരിക്കുന്നത് ദൈവത്തിന്റെ കയ്യിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ് നെയിം. അടുത്ത് പറയുകയാണ്, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. ജീസസ് നെയിം. ഹല്ലേലൂയ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ, അവയെ കൊണ്ട് തന്റെ ആവനാഴി നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. 128 വാക്യം പറയുകയാണ്, ഓക്കെ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അടുത്തിരിക്കുന്ന ആളെ നോക്കി പറ, ഭാഗ്യവാനാണെന്ന്. ജീസസ് നെയിം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളെ പറ്റി വിചാരിക്കുമ്പോൾ ഒരു ഭാഗ്യവും ഇല്ലാത്ത മനുഷ്യനായിട്ട് തോന്നുമായിരിക്കും. നിങ്ങളെ പറ്റി തന്നെ നിങ്ങൾ കണ്ണട മുമ്പിൽ നോക്കുമ്പോൾ എത്ര നിർഭാഗ്യവാനാണെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. ഹല്ലേലൂയ. അയ്യോ എൻ്റെ അധ്വാനത്തിന് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എവിടെ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇത്രയും നിർഭാഗ്യവാൻ വേറെ ഇല്ലല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ ബൈബിൾ നിങ്ങളെ പറ്റി പറയുന്നത് നിങ്ങൾ ഭാഗ്യവാനാണെന്ന്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയോ വലുതുള്ളത് കൊണ്ടല്ല, ഇല്ലാത്തത് കൊണ്ടല്ല, വലിയ വീട്ടിൽ ജനിച്ചത് കൊണ്ടല്ല, വലിയ കഴിവുകൾ ഉള്ളത് കൊണ്ടല്ല, ഒന്നുമല്ല. നിങ്ങളുടെ ആശ്രയം സ്രഷ്ടാവിലിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. ഹല്ലേലൂയ. ഇതൊരിക്കലും നിങ്ങൾ മറക്കരുത്. നിന്റെ കൈകളുടെ അധ്വാന ഫലം കള്ളൻ കട്ടുകൊണ്ട് പോകത്തില്ല, അത് നീ തിന്നും. ഹല്ലേലൂയ. അത് നീ തിന്നും. അത് പറയണം, എന്റെ കൈകളുടെ അധ്വാന ഫലം അത് ഞാൻ കഴിക്കും. ഹല്ലേലൂയ. അത് ഞാൻ തിന്നും. അടുത്ത്, ഞാൻ ഭാഗ്യവാൻ, എനിക്ക് നന്മ വരും. ജീസസ് നെയിം. നിങ്ങളത് പറയണം. വചനം പറയുക, നീ ഭാഗ്യവാൻ, നിനക്ക് അടുത്തിരിക്കുന്ന ആളെ നോക്കി പറ, തിന്മ വരത്തില്ല. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ മുഷിയണ്ട. നിങ്ങളിതൊന്ന് പറഞ്ഞുറപ്പിക്കണം. നിങ്ങളിത് പഠിച്ചേ തിരിച്ചു പോകാവൂ. നിനക്ക് തിന്മയല്ല, നന്മ വരും. ഹല്ലേലൂയ. എന്ത് വരും? നന്മ വരും. ജീസസ് നെയിം. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. കുടുംബത്തെ പറ്റിയാ പറയുന്നത്. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. എങ്ങനെ? ഹല്ലേലൂയ. എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും? നിന്റെ വീടിനകത്തേക്ക് കയറുമ്പോൾ നിനക്ക് എണ്ണി പറയാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, ഒരുപാട് പ്രതികൂലങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ നിന്റെ കുടുംബത്തെ കാണുമ്പോൾ നീ ദൈവത്തോട് പറയണം, എണ്ണത്തിൽ കുറയാതെ സൂക്ഷിച്ച് നിർത്തിയിരിക്കുന്ന ആ ദൈവത്തെ നീ സ്തുതിക്കണം. ഹല്ലേലൂയ. ഒരിക്കലും ഈ കുടുംബമായിട്ട് ദൈവം ചേർത്ത് നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ വലിയ കൃപയാ. ഹല്ലേലൂയ. യഹോവ ഭക്തനായ മനുഷ്യൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ഹല്ലേലൂയ. ആവർത്തനം 28 നമ്മൾ ആവർത്തിച്ചു പഠിച്ചു. മൃഗഫലം, കൃഷിഫലം, ഉദരഫലം, ശത്രുക്കളെ പറ്റി, താഴ്ചയല്ല ഉയർച്ച പ്രാപിക്കും. അവിടെ എഴുതിയിട്ടുണ്ട്, വാലല്ല തലയാകും. ഹല്ലേലൂയ. നിന്റെ ക്ലാസ്സില് നിന്റെ തല ഉയർന്നിരിക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? നിന്റെ ക്ലാസ്സിൽ 100 പേര് കാണും, 200 പേര് കാണും. ഹല്ലേലൂയ. അവരുടെ എല്ലാം നടുവിൽ നിന്റെ തലയെ ദൈവം ഉയർത്തി വെക്കും. ജീസസ് നെയിം. നീ എവിടെയും വാലല്ല, നീ തലയാകും. ഹല്ലേലൂയ. നീ ഉയർച്ച തന്നെ പ്രാപിക്കും. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ വരുമ്പോ വീണ്ടും പറയുകയാണ്, നിന്റെ ആയുഷ്കാലം ഒക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ ആയുഷ്കാലം ഒക്കെ നീ നന്മയെ കാണുമെന്നാ പറയുന്നത്.
ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞു കഷ്ടപ്പാട്, വചനം പുതിയ നിയമത്തിൽ പറയുന്നുണ്ട് കഷ്ടപ്പാടാണ്, പ്രശ്നമാണ്. ശരിയാ, പക്ഷെ അതൊരു സീസണിൽ ഒതുക്കണം നിങ്ങൾ. ഹല്ലേലൂയ. കഷ്ടപ്പാടാണ് ജീവിതമെന്ന് വിചാരിച്ച് ജീവിതം മൊത്തം കഷ്ടപ്പാടാണെന്ന് വായു കൊണ്ട് ഉറപ്പിച്ച് പറഞ്ഞ് കഷ്ടപ്പെടാൻ വേണ്ടി നിങ്ങൾ നിൽക്കരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ കഷ്ടപ്പാട് ഒരു സീസണിൽ ചുരുങ്ങണം. ഹല്ലേലൂയ. കാരണം വചനം നിന്റെ ആയുഷ്കാലമൊക്കെയും നീ നന്മയെ കാണാനാണ് വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നീ നന്മയെ കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ നന്മയെ കാണും. ജീസസ് നെയിം. ഹല്ലേലൂയ. അടുത്ത് എഴുതിയിരിക്കുന്നുണ്ട് നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. നീ പറയണം നിന്റെ കുടുംബത്തിനകത്ത് അകാല മരണങ്ങൾ പാടില്ല. ഹല്ലേലൂയ. ഇത് ഇങ്ങനെയാ ദൈവം ഒരു കുടുംബത്തെ അനുഗ്രഹിക്കുക. നിങ്ങൾ അറിയണം, ആത്മീക അനുഗ്രഹങ്ങൾ ഉറപ്പായിട്ട് നമുക്ക് വേണം. പക്ഷേ അത് ഭൗതിക ലോകത്തിലും കണ്ടേ മതിയാകൂ. ആത്മീക ലോകത്തിലെ അനുഗ്രഹങ്ങൾ അക്ഷരീക ലോകത്ത് ഞാൻ നീയും കാണണം. അതിനാ ദൈവം നമ്മളെ വിളിച്ചു വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ അറിയാത്തവർ കണ്ടിട്ട് പറയണം, കണ്ടില്ലേ ദൈവം അനുഗ്രഹിച്ചാൽ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയണം. ഹല്ലേലൂയ. നിന്നോട് ചോദിക്കുന്നവരോട് നീ പറയും, അപ്പോ ഞാൻ ഒന്നുമില്ലാത്തവനായിരുന്നു, ദൈവം എന്നെ സകലതും ഉള്ളവനാക്കി മാറ്റി. ഹല്ലേലൂയ. ഞാൻ ഒന്നുമില്ലാത്തവനായിരുന്നു, ദൈവം എന്നെ ഉയർത്തി എന്ന് പറയും. ഹല്ലേലൂയ. ഇവിടെ പറയുക, നീ നിന്റെ മക്കളെയും കാണും. പറയണം, കുടുംബത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന അമ്മമാർ അപ്പന്മാർ പറയണം, എന്റെ കുടുംബത്തിൽ ഒരാകാല മരണം ഞാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. എന്റെ കുടുംബത്തിൽ അങ്ങനെയുള്ളവൻ അങ്ങനെ അല്ല. ജീസസ് നെയിം. ഹല്ലേലൂയ. എന്റെ കുടുംബത്തിൽ ഒരു വ്യക്തി മരിച്ചാൽ അവിടെ കൂട്ടക്കരച്ചിലുകളല്ല ഉയരേണ്ടത്, അവിടെ ഒരു യാത്ര പറച്ചിൽ മാത്രമേ ഉയരാവൂ. ഹല്ലേലൂയ. അയ്യോ അവൻ സമയത്തിന് മുൻപേ എടുക്കപ്പെട്ടല്ലോ. നോ, അങ്ങനെ ഒരു കരച്ചിൽ എന്റെ വീട്ടിലില്ല, അങ്ങനെ എന്റെ കുടുംബത്തിലില്ല. എന്റെ കുടുംബത്തിൽ ഒരു വ്യക്തി മരിക്കുമ്പോ അവിടെ കണ്ണുനീരും കൂട്ടനിലവിളിയും അല്ല, ഞാൻ ഇവനെ സ്വർഗത്തിൽ കണ്ടുമുട്ടും, അവനവന്റെ ആയുസ് തികച്ചിട്ടാ പോയിരിക്കുന്നത് എന്ന് തൃപ്തിയോടെ യാത്രയേക്കുവാനാ ദൈവം നമ്മളെ വിളിച്ചു വെച്ചിരിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. നിങ്ങൾ ബൈബിൾ വെറുതെ ഒരിക്കലും വായിച്ചു വിടരുത്. നിങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ടതിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്ത് തന്നെ പോണം. നിങ്ങൾ ക്ലെയിം ചെയ്യേണ്ടതിനെ ക്ലെയിം ചെയ്ത് തന്നെ പോണം. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ആമേൻ. ഹല്ലേലൂയ. ജീസസ് നെയിം. പ്രോവർബ് 10:22 സദൃശവാക്യം 10:22 ഒരാൾക്ക് വായിക്കാമോ? യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അല്ല കൂടുന്നത്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ വായിച്ച സിസ്റ്ററെ, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞ വാക്യങ്ങളെല്ലാം നിങ്ങൾ കുറിച്ചിട്ടുണ്ടല്ലോ അല്ലേ? യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. ഹല്ലേലൂയ. പുതിയ സങ്കീർത്തനങ്ങളിലൊക്കെ പറയുന്നുണ്ട് യഹോവ നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് നൽകുമെന്ന്. ഹല്ലേലൂയ. അതൊന്നും ഞാനിപ്പോൾ അതിനകത്ത് റെഫറൻസ് എടുത്തിട്ടില്ല. പക്ഷെ പറയുന്നത്, വചനം പറയുന്നു, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. ഒരിക്കലും നിങ്ങൾ പറയുന്നത് സമ്പത്ത് പിശാചിന്റെ നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് അനുഭവിക്കാനല്ല. നോ, യഹോവയുടെ അനുഗ്രഹമാ സമ്പത്ത്. ഹല്ലേലൂയ. നീ സമ്പത്ത് അനുഭവിക്കാൻ തന്നെയാ നിന്നെ ദൈവം വിളിച്ചു വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നീ സമ്പത്ത് അനുഭവിച്ചേ മതിയാകൂ, കാരണം നീ അനുഗ്രഹിക്കപ്പെട്ടവനാ. ഹല്ലേലൂയ. നമ്മൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരാ. നമ്മൾ സമ്പത്ത് അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരാ. നിങ്ങൾ ഇന്ന് തീരുമാനിക്കണം, ഞാനും എൻ്റെ കുടുംബവും എൻ്റെ പൂർവ്വപിതാക്കന്മാർ, എൻ്റെ കുടുംബം, എൻ്റെ അപ്പനും അമ്മയും തുടർന്ന് വന്നതിനെ ഒരിക്കലും എന്നിൽ നിന്ന് എൻ്റെ തലമുറയിലേക്ക് ഞാൻ വിടാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. നിങ്ങളത് പറയണം. ഈ ജനറേഷണൽ കഴ്സസ് ഉണ്ട്, പാരമ്പര്യ ശാപങ്ങളുണ്ട്. പലപ്പോഴും ഞാൻ ഇതിനെപ്പറ്റി ഇവിടെ അധികം സംസാരിച്ചിട്ടില്ല, പക്ഷേ ഇന്ന് അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നത്. ഹല്ലേലൂയ. ഈ അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ. നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരു കുടുംബത്തില് അപ്പനിങ്ങനെ കൊച്ചിനിങ്ങനെ വീണ്ടും അടുത്ത കൊച്ചിനിങ്ങനെ തലമുറകളായിട്ട് പകർന്നു വരുന്ന ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, അങ്ങനത്തതൊക്കെ പാരമ്പര്യ ശാപങ്ങൾ. നോക്കി, ഇത് പൊട്ടിച്ചു കളയുവാൻ ഒരു പാസ്റ്ററും നിങ്ങളുടെ അടുത്ത് വരേണ്ട ആവശ്യമില്ല, ഒരാളും നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾ തിരിച്ചറിയുന്ന ഇടത്തുനിന്ന് ഇതിൽ നിന്നുള്ള വിടുതൽ ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ തിരിച്ചറിവാണ് ഇതിന്റെ വിടുതലിന്റെ ആരംഭം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആവർത്തനം 28 വായിച്ചതുപോലെ ചിത്തഭ്രമവും ഭ്രാന്തും ഇതൊന്നും എന്റെ കുടുംബത്തിൽ ഞാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. BPD നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. പുറത്ത് നമ്മൾ കാണുന്ന നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മുടെ ഒപ്പം ഇരിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും. അതിൽ വളരെ ഹാപ്പി, വളരെ ചിൽ, വളരെ കൂൾ ബിഹേവിയർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. വളരെ നൈസ്
നൈസ് പേഴ്സണാലിറ്റീസ് ആയിരിക്കും. പക്ഷേ ഇവരുടെ വീടുകളിൽ പോയി ഇവരുടെ പാരൻസിനോടൊക്കെ സംസാരിച്ച് നമുക്ക് മനസ്സിലാവും അതിശക്തമേറിയ സൂയിസൈഡൽ ബിഹേവിയേഴ്സ്, ഈ സാധനങ്ങൾ എറിഞ്ഞു പൊട്ടിക്കുക, അങ്ങനത്തെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ളവരുണ്ട്. ഹല്ലേലൂയ. എത്ര തകർന്ന കുടുംബങ്ങൾ നമുക്ക് ചുറ്റും നമ്മൾ അറിയാതെ ഉണ്ടെന്നറിയാമോ? ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ വിചാരിക്കും എൻ്റെ കുടുംബത്തിനകത്ത് ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നും. ഒരിക്കലുമല്ല. ഈ BPD ഒക്കെ ഉള്ളവർ ശരിക്കും റിയലൈസ് പോലും ചെയ്യത്തില്ല ഇതൊരു ബുദ്ധിമുട്ടാണെന്ന്. ഹല്ലേലൂയ. അങ്ങനത്തെ ഉള്ള കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഉറപ്പിച്ചു നീ പറയണം, എൻ്റെ കുടുംബത്തിൽ ഇത് ഞാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് ഞാനിവിടെ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു തരുന്ന വാക്യങ്ങൾക്കകത്തുള്ളതല്ലാതെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒന്നും എൻ്റെ കുടുംബത്തിൽ അനുവദിക്കത്തില്ലെന്ന് നീ പറയണം. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ നീ ക്ലെയിം ചെയ്യണം. എഗെയിൻസ്റ്റ് ആയിട്ട് നീ കാണുന്നതിനെ നീ റിജക്ട് ചെയ്യണം. കുടുംബമായിട്ട് അപ്പനും അമ്മയും കൈപിടിച്ചു പറയണം, എൻ്റെ മാതാപിതാക്കൾ ഞങ്ങൾ ഇതുവരെ അനുഭവിച്ചതൊന്നും എൻ്റെ കുട്ടികളിലേക്ക്, എൻ്റെ തലമുറകളിലേക്ക് ഞാൻ അനുവദിച്ചു കൊടുക്കത്തില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? അനുഗ്രഹങ്ങളല്ലാതെ പാരമ്പര്യ ശാപങ്ങൾ അടുത്ത തലമുറയിലോട്ട് കൈമാറ്റം ചെയ്യപ്പെടരുത്. ആ ദൈവത്തെ അറിഞ്ഞ അഭിഷേകമുള്ള നമ്മളിലൂടെ അത് ബ്ലോക്ക് ആവണം. ഹല്ലേലൂയ. മനസ്സിലാവുന്നവർക്കായിട്ട് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 9:8 2 കൊരിന്ത്യർ 9:8 നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. ഇംഗ്ലീഷ് ബൈബിൾ അല്പം കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് പറഞ്ഞിരിക്കുന്നത്. Bless you abundantly so that in all things at all times having all that you need. Hallelujah. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെ അനുഗ്രഹിച്ചു വെച്ചിരിക്കുകയായി. എങ്ങനെ? So that in all things, എല്ലാ കാര്യത്തിലും എല്ലായ്പ്പോഴും ആവശ്യമുള്ളതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമാറ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾക്കൊരു കാശിന് ആവശ്യമുള്ള സമയത്ത്, ഒരു ഭക്ഷണത്തിന് ആവശ്യമുള്ള സമയത്ത്, നിങ്ങൾക്ക് എന്തിനാണോ ആവശ്യമുള്ള സമയത്ത്, ആ സമയത്ത് നിങ്ങൾക്ക് എത്തിച്ചു തരുവാൻ നിങ്ങളുടെ അപ്പൻ, നിങ്ങളുടെ സ്വർഗത്തിലെ ദൈവം സകലത്തിനെയും റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. നിങ്ങളിത് അറിയുന്നുണ്ടോ? നിങ്ങളിത് ക്ലെയിം ചെയ്യുന്നുണ്ടോ? അതാ എനിക്കറിയേണ്ടത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സകല സൃഷ്ടികളും ഒരുമിച്ച് വരും. ഹല്ലേലൂയ. ഇത് ക്ലെയിം ചെയ്യാനാ ദൈവം നിങ്ങളെ വിളിച്ചത്. നിങ്ങളുടെ ചുമരുകളിൽ ഒട്ടിച്ചു വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുള്ള വാക്യങ്ങളിൽ ഇതൊരു അഡീഷണൽ, ഇതുകൂടെ ഞാൻ ആഡ് ചെയ്യുക. ഹല്ലേലൂയ. പറ്റുമെങ്കിൽ ഒരു ഇംഗ്ലീഷ് വാക്യം നിങ്ങളത് എഴുതി വെക്കണം. Bless you abundantly so that in all things at all times having all that you need. നിനക്കൊന്നിനും കുറവ് വരത്തില്ല ഒരു കാലത്തും ഒരു കാര്യത്തിലും. കേട്ടവർക്കായിട്ട് സ്തോത്രം. ഈ വാക്യത്തിന്റെ സിംപ്ലിഫൈ ആക്കിയാ ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒന്നിനും കുറവ് വരത്തില്ല ഒരു കാര്യത്തിലും ഒരു കാലത്തിലും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കി പറ, ഒന്നിലും കുറവ് വരത്തില്ല ഒരു കാര്യത്തിലും ഒരു കാലത്തിലും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്ഷാമമുള്ള കാലത്തും നീ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ക്ഷാമമുള്ള കാലത്തും ഞാൻ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ജീസസ് നെയിം. ക്ഷാമം എൻ്റെ കുടുംബത്തെ തൊടത്തില്ല. ജീസസ് നെയിം. ഹല്ലേലൂയ. കാരണം ഈ സീസൺ ഏതായാലും വിഷയമല്ല, എല്ലാ കാലത്തും ആവശ്യമുള്ളതെല്ലാം എത്തിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ആവശ്യമുള്ളതെല്ലാം ഒരു കുറവുമില്ലാതെ നിങ്ങളുടെ കരങ്ങളിൽ എത്തിക്കും എന്ന് സ്വർഗത്തിലെ ദൈവം പറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ജീസസ് നെയിം. ഹല്ലേലൂയ. മിണ്ടിക്കെ ശബ്ദമുയർത്തി ഹല്ലേലൂയ.